ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി മുടി മുറിക്കുന്ന പ്രാങ്കൊക്കെ ശരിക്കും ഏറ്റിട്ടുണ്ടായിരുന്നു പാറുവിന്. പക്ഷേ വിയാൻ ഈ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യങ്ങൾ അത് കുറച്ച് ഓവർ ആവുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. പുള്ളിക്കാരി ഒരു ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നത്, പക്ഷേ അത് വൾഗറായി പോകുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈവൻ ഇന്ന് അമിത്തിന്റെ ഓരോ ജോഡി ഷൂവിൽ നിന്ന് ഒരു ഷൂ മാത്രം മാറ്റി വെച്ചപ്പോൾ അമിത്തിന് ആ ക്യാരക്ടർ പിടിക്കണമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം മറ്റ് പേരിട്ടിട്ട് ഒരു കാലിൽ വേറെ ഷൂ മറ്റൊരു കാലിൽ വേറെ ഷൂ. സോ അപ്പോൾ ബാലൻസ് ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കുക. അദ്ദേഹത്തിനാണെങ്കിൽ നല്ല ബോഡി വെയിറ്റും ഉണ്ട്. അപ്പം നടുവേദന വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആദ്യം വിയാനോട് നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, എവിടെയാണ് ഷൂ എടുത്തു തരാനുള്ള രീതിയിൽ. അതിനുശേഷം കുറച്ചും കൂടെ റൈസ് ആവുന്നു. അതിനുശേഷം നടുവേദന അങ്ങ് കൂടിയപ്പം അമിത്തിൻ്റെ കയ്യിൽ നിന്ന് പോവുകയും വിയാനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിയാനയ്ക്ക് മനസ്സിലായി നല്ല പന്തികേടുണ്ട്. അതിനിടയ്ക്ക് വിക്രം പറയുകയും ചെയ്തു, ഇങ്ങനെയുള്ള ഒരു ക്യാരക്ടർ ഞാൻ വിയാനയിൽ ഇതുവരെ കണ്ടിട്ടില്ല, അത് ശരിയല്ല, അത് തപ്പായി തോന്നുന്നു എന്ന് വിക്രം പറയുന്നുണ്ട്. അവിടെ തൊട്ട് വിയാനയ്ക്ക് കാര്യം പിടികിട്ടി, മോശമായി പോയി എന്ന്. അതിനുശേഷം അത് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ട് അമിത്തിൻ്റെ അടുത്തേക്ക് വിയാന പോകുന്നുണ്ട്. പക്ഷേ അമിത് ആ ഷൂ ഒക്കെ കണ്ടപ്പോഴേക്കും ദേഷ്യം പിടിച്ചിട്ട്, ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു എനിക്ക് നടുവേദന എടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഷൂ അപ്പം തന്ന എന്തായിരുന്നു, എന്തിനാണ് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നത് എന്ന് പറയുമ്പോഴേക്കും വിയാനേൻ്റെ കരച്ചിൽ വരുന്നു. പിന്നെ വിയാനെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ നോക്കും. എന്തിനാണ് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഓരോ സിറ്റുവേഷൻ ചെയ്യാൻ നേരത്തും ഇടയ്ക്കിടയ്ക്ക് ക്യാമറയിൽ പോയി നോക്കും. സോ ഇത് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. പിന്നെ ആ ക്ഷമാപണത്തിന് ശേഷം, ആ കരഞ്ഞതിന് ശേഷം കണ്ണാടി നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും മീൻ ചെയ്തിട്ടാണോ സോറി പറഞ്ഞത് എന്നടക്കം സംശയിക്കത്തക്ക രീതിയിലായിപ്പോയി. ഇനി വിക്രത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ വിക്രത്തെ ഈ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് സാന്ദ്രയും ദിവ്യമാണ്. ആദ്യം അവിടെ പാവമായിട്ടിരുന്ന ഒരു വിക്രത്തെ ഇപ്പം നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പ്രേരിപ്പിച്ചതായിട്ട് എനിക്ക് കാണാനിടയായി. ഇന്നൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് വിക്രം. ഓരോ കാര്യത്തിലും നല്ല ധാരണ വെച്ച് സംസാരിക്കുന്നത് പോലെ വിക്രത്തിൽ നിന്ന് കാണാനിടയാവുന്നുണ്ട്. ഇനി നമുക്ക് ടീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഫുൾ പാസമാണ്. അവർക്കൊരു പണിഷ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് കൊടുക്കുന്നതുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. +1-ലും +2-ലും ഒക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെയാണ് അവിടെ ഉള്ളത്. പാസം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കുകയും പണിഷ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് കൊടുക്കുകയും വേണം. എന്നാലേ കാണുന്നവർക്ക് കുറച്ചും കൂടെ എൻ്റർടൈൻമെൻറ്റായി മാറുകയുള്ളൂ. പിന്നെ വാർഡനും അസിസ്റ്റൻറ്റ് വാർഡനും പാറുവും FJയും ഇവർ ഏത് സമയവും അടിയാണ്. പിന്നെ എന്തിനാണ് എന്ന് മനസ്സിലായില്ല. സുഭിക്ഷേൻ്റെ ID കാർഡൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അതിൻ്റെ അത് ഇവർക്കുള്ള റോൾ എന്താണെന്ന് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ വാർഡനാണ്, സ്റ്റുഡൻസിനെ നയിക്കേണ്ട ആൾക്കാരാണ്. എന്നിട്ട് സുഭിക്ഷയുടെ ID കാർഡൊക്കെ എടുത്ത് മാറ്റി വെക്കും. എന്നാ കോമഡിയൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് പറയാതെ വയ്യ. പിന്നെ രമ്യയ്ക്ക് ഫുഡ് കൊടുക്കാത്ത ആ സിറ്റുവേഷൻ, എന്തിനാണ് ആ പ്രഹസനമൊക്കെ കാണിച്ചു കൂട്ടിയത്? പിന്നെ ഈ സീസണിൽ പ്രണയത്തിന് ഒരു പഞ്ഞുമില്ല. ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി അപ്പുറം നടക്കുന്നു. ഇവിടെയാണെങ്കിൽ വിയാനയും FJയും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഇഷ്ടത്തിലാണ്. പക്ഷേ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല. ഇടയ്ക്ക് FJനെ കാണുമ്പോൾ തോന്നും വിയാനേനെ ഫ്ലേർട്ട് ചെയ്യുകയാണോ എന്ന്. അങ്ങനെ ആവാതിരുന്നാൽ FJയ്ക്ക് കൊള്ളാം. ഇനി ശബരിനെ കുറിച്ചാണ്. പുള്ളിക്കാരൻ വളരെ ഷോർട്ട് അപ്പാടാണ്. ഇന്ന് ഫുഡ് മാറ്റി വെച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ കാണിക്കുന്ന കോപ്രായം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, ഒരു പാവത്താൻ ശുദ്ധനായിട്ടുള്ള മനുഷ്യൻ. പുള്ളിക്കാരൻ അന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ്റെ ഗ്രാഫ് താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കനി ക്ലാസ് എടുക്കുമ്പോൾ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്. അല്ലാതെ സ്റ്റുഡൻസിനോടുള്ള പെരുമാറ്റവും നല്ല രീതിയിൽ ക്യാരക്ടർ പിടിച്ചു പോകുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അമിത് എന്ന് പറയുന്ന വ്യക്തിയാണ്. പുള്ളിക്കാരൻ നല്ല രീതിയിൽ ആ ഒരു സിറ്റുവേഷൻ ജീവിക്കുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം, ആ ക്യാരക്ടർ പിടിച്ചുകൊണ്ട്. സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.